പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ ദുൽഖർ അഭിനയിച്ച കാന്ത എന്ന ചിത്രം തിയേറ്ററിൽ റിലീഫായി. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ദുൽഖറിൻ്റെ കരിയറിലെ മികച്ച ഒരു അസാധ്യമായൊരു അഭിനയം തന്നെയാണ് ഇതിനകത്ത് കാഴ്ചവെച്ചത്. ദുൽഖർ മാത്രമല്ല, ഇതിനകത്ത് അഭിനയിക്കുന്നവരെല്ലാം തന്നെ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് 2.25 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഇതിൽ എന്തുമാത്രം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് സംശയകരമായൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദുൽഖർ സൽമാനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇപ്പം മോഹൻലാലിൻ്റെ പടത്തിന് ചിലവർക്ക് മോഹൻലാലിനെ കണ്ടാൽ മതി, കണ്ടുകൊണ്ടിരുന്നാൽ മതി. പലരും പറയുന്ന കേട്ട് എന്തിനു പറയുന്നു, ലാലേട്ടനെ കണ്ടുകൊണ്ട് 2 മണിക്കൂർ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാൻ ചിലർ കരുതുന്നതാണ്. അവർക്ക് കഥയോ തിരക്കഥയോ ഒന്നും തന്നെ താല്പര്യമില്ല. അങ്ങനെ ദുൽഖറിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തിരക്കഥ പാളിപ്പോയി എന്ന് തോന്നുന്നു. 1950 കാലഘട്ടത്തിലെ ഒരു കഥയാണ് പറയുന്നത്. അന്നത്തെ ഒരു സംവിധായകനും അതുപോലെ അന്നത്തെ സൂപ്പർ സ്റ്റാറും തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ കഥയാണ്. അയ്യ മഹാദേവൻ, അങ്ങനെ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. അന്ന് കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നതൊന്നും ആദ്യത്തെ കാല സൂപ്പർ സ്റ്റാറാണെന്നൊക്കെ പറയുന്നു, നമുക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിവില്ല. അപ്പം അവർ തമ്മിലുള്ള യഥാർത്ഥ കഥയാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നതെന്ന് പറയും. ഇപ്പം തന്നെക്കാൾ വലിയ രീതിയിൽ ശിഷ്യന്മാർ വളരുമ്പം ചിലർക്കുണ്ടാകുന്ന ഒരു ഈർഷ്യയുണ്ട്. അതുതന്നെയാണ് ഈ ചിത്രം നമ്മൾ സമുദ്രക്കനിയുടെ കഥാപാത്രത്തിലൂടെ പറയാൻ പറ്റുന്നത്. അതുപോലെ ഒരു സൂപ്പർ പദവിയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഒരാൾ എങ്ങനെയൊക്കെ മാറും എന്നുള്ളത് ദുൽഖറിൻ്റെ കഥാപാത്രത്തിലൂടെയും പറയുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ഇത് തന്നെയാണ് ആദ്യ പകുതി നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഫ്ലോ പിച്ചിൽ പറഞ്ഞു പോകുന്ന ഒരു കഥ, വലിയ മാഫ് ഡയലോഗുകളോ ഇതൊന്നുമില്ല. അഭിനയം മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ആദ്യ പകുതി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. 2ാം പകുതിയിലേക്ക് ഒരു പമ്പൻ ടിസ്റ്റുമായിട്ടാണ് വരുന്നത്. ഒരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട ചില ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമായിട്ട് മാറുന്നു. റാണയുടെ കഥാപാത്രം വരുന്നു. ആദ്യ പകുതിയിൽ ഭാഗ്യസ്ത്രീയുടെ കഥാപാത്രമുണ്ട്, റാണയുടെ കഥാപാത്രം. ഇവരെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആരെയും തെറ്റു പറയാനില്ല. പിന്നെ പാളിച്ച പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്, ഇത് ദീർഘമായൊരു പടമായിപ്പോയി. 2.5 മണിക്കൂറോളം ദീർഘമായി പോയി എന്ന് തോന്നുന്നത്. കുറച്ചും കൂടെ ചുരുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തിരക്കഥ വാളിപ്പോയതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ 1950 കാലഘട്ടം, ഈ കാലഘട്ടത്തിന് മുമ്പ് നമുക്ക് പഴയ കാലഘട്ടമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ കാലഘട്ടത്തിലെ പഴയ കാലഘട്ടത്തിലെ ഡ്രസ്സ് വസ്ത്രങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു പോകും. അത് എത്ര നേരം കണ്ടുകൊണ്ടിരിക്കും അല്ലേ? ആ കാലഘട്ടത്തിലേക്ക് പറിച്ചു വെക്കുമ്പോഴേ, 1950 കാലഘട്ടത്തിലേക്ക് പ്രത്യേകിച്ച് മദ്രാസിലേക്കൊക്കെ പറിച്ചു വെക്കുമ്പോൾ നമുക്ക് അന്നത്തെ വേഷവിധാനങ്ങൾ, അന്നത്തെ രീതികൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസമാണ്. അതൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പറ്റിയേക്കുന്ന കെട്ടുറപ്പുള്ള ഒരു തിരക്കഥ ഇല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇത് നടന്ന കഥയാണ് എന്ന് പറയുന്നു. അതുപോലെ സെൽവരാജ്, അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് കുഴപ്പമില്ല. അതുപോലെ തിരക്കഥ അദ്ദേഹത്തിൻ്റെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തിരക്കഥയാണെങ്കിൽ ആ തിരക്കഥ അല്പം കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസ് സിനിമ കാണാൻ പോയി. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടാൻ ഇച്ചിരി പാടായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ചിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. അപ്പം എനിക്ക് ചില ഫ്ലോ പിച്ചിൽ പോകുന്ന ചിത്രങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നെ ചിലവർക്ക് 2ാം പകുതി ഇഷ്ടപ്പെടും, ചിലവർക്ക് ആദ്യ പകുതി ഇഷ്ടപ്പെടും. അതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ആദ്യ പകുതിയിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ടാണ് 2ാം പകുതി പോകുന്നതായിട്ട് കാണുന്നത്. ലാസ്റ്റ് ഒരു ക്ലൈമാക്സും സെറ്റ് ചെയ്ത് ഒരു പടം. അപ്പം ഇത് ചിലവർക്കെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ചിലവർ പറയും വളരെ മനോഹരമായ ചിത്രം, അത് സ്ലോ പിച്ചിൽ പടം കാണാൻ ഇഷ്ടം. ദുൽഖർ സൽമാനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചിത്രമായി മാറും. പക്ഷേ സാധാരണ ഓഡിയൻസിനെയൊക്കെ കയ്യിലെടുക്കാനുള്ള സാധനം ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് യഥപൂർവ്വം പറയേണ്ടി. ചിലപ്പം അവാർഡുകളൊക്കെ പലതും കിട്ടാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണ് ദുൽഖറിൻ്റെ കരിയറിലെ തന്നെ ഒരു മികച്ച പെർഫോമൻസ് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ദുൽഖർ മാത്രമല്ല, സമുദ്രക്കനി ആയാലും ബാക്കി എല്ലാ നടന്മാരായാലും ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു മികച്ച ചിത്രം എന്ന് പറയാം. പക്ഷേ തിരക്കഥയുടെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത്, തിരക്കഥയുടെ കാര്യം നോക്കുമ്പോൾ പാളിപ്പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ.
എന്നാലും തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുക. ചിത്രം ഞാൻ പറഞ്ഞില്ലേ, ഈ ഇങ്ങനെയുള്ള ചിത്രങ്ങളുടെ പ്രത്യേകത ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ചിലവർ പറയും ഉഗ്രം പടമാണെന്ന്, ചിലവർ പറയും. നമ്മൾ കയറി കണ്ടിട്ട് ചോദിക്കും ഇതായിരുന്നു പടം എന്ന് ചോദിക്കുന്നവരും കാണും. പിന്നെ ചിലവർ നടന്മാരെ ഇഷ്ടപ്പെട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോയി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ചെന്ന് ഇരുന്ന് വലിയ കഥയൊന്നും വേണമെന്നില്ല, ലാലേട്ടൻ്റെ അഭിനയം നോക്കി, ലാലേട്ടൻ്റെ മികച്ച അഭിനയമാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ അഭിപ്രായം തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും. അപ്പം നിങ്ങൾ പോയി കാണുക, എല്ലാ ചിത്രങ്ങളും പോയി കാണുക. അത് കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം തുറന്നെഴുതുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ.